എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ ചോദിച്ചിട്ടുണ്ടായിരുന്ന SSLC +2 അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ സർക്കുലർ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എത്ര മാർക്ക് ഏതൊക്കെ ഇനങ്ങൾക്കായിട്ട് ഗ്രേസ് മാർക്ക് ലഭിക്കും എന്നുള്ളത് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓരോ സബ്ജക്റ്റിനും 90% മാർക്ക് ആകുന്നത് വരെയാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 90% മാർക്കിൽ കൂടുതൽ ലഭിക്കുന്ന സബ്ജക്റ്റോ അല്ലെങ്കിൽ 90%മോ അതിന് മുകളിലോ ആയിട്ട് മാർക്ക് ലഭിക്കുന്ന സബ്ജക്റ്റുകൾക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യില്ല. അതിനു പകരം 90% മാർക്ക് ഇല്ലാത്ത സബ്ജക്റ്റുകൾക്ക് ഈ ഒരു ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ മറ്റ് സബ്ജക്റ്റുകൾക്ക് 90% മാർക്ക് ഇല്ലെങ്കിൽ അതിന് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ നമുക്ക് നോക്കാം. അപ്പോൾ അക്കാദമിക മികവ് പുലർത്തുന്നവരേക്കാൾ ഉയർന്ന മാർക്കുകൾ ഗ്രേസ് മാർക്കിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതിനാലും +1 പ്രവേശനത്തിന് പരിഗണിക്കുമ്പോൾ ഗ്രേസ് മാർക്കിലൂടെ അധികമായിട്ട് ഇൻഡെക്സ് മാർക്ക് ലഭിക്കുന്നതിനാലും ഗ്രേസ് മാർക്ക് ലഭിച്ചവർ മികച്ച അക്കാദമിക് നിലവാരമുള്ളവരെ അപേക്ഷിച്ച് മുൻപന്തിയിൽ എത്തുകയും തന്മൂലം അക്കാദമിക് തലത്തിൽ മുമ്പിൽ നിൽക്കുന്ന കുട്ടികൾ പിന്തള്ളപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നതായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രേസ് മാർക്ക് പരിഷ്കരിച്ച് പരാമർശം 2 പ്രകാരം സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഗ്രേസ് മാർക്ക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 7/12/2024 ഒരു യോഗം കൂടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാമർശം 3 പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് പരിഷ്കരിക്കുന്നതിനുള്ള പ്രപ്പോസൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആയത് സർക്കാർ വിശദമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ പറയും പ്രകാരമാണ് ഗ്രേസ് മാർക്ക് പരിഷ്കരിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അപ്പോൾ കേരള സ്കൂൾ കലോത്സവത്തിന് അതുപോലെ തന്നെ കേരള സ്കൂൾ ശാസ്ത്രോത്സവം, അതുപോലെ തന്നെ സംസ്ഥാനതല ശാസ്ത്ര സെമിനാർ, അതുപോലെ തന്നെ സംസ്ഥാനതല CV രാമൻ ഉപന്യാസ മത്സരം, അതുപോലെ തന്നെ സംസ്ഥാനതല ശ്രീനിവാസൻ രാമാനുജൻ മെമ്മോറിയൽ പേപ്പർ പ്രസൻറ്റേഷൻ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് A ഗ്രേഡ് കിട്ടിയാൽ 20 മാർക്കാണ് കിട്ടുക, B ഗ്രേഡ് കിട്ടിയാൽ 15, C ഗ്രേഡ് കിട്ടിയാൽ 10 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. അതുപോലെ തന്നെ സംസ്ഥാനതല വാർത്താ വായന മത്സരങ്ങൾ, അതുപോലെ തന്നെ സംസ്ഥാനതല ഭാസ്കരാചാര്യ സെമിനാർ, സംസ്ഥാനതല ടാലൻറ്റ് സെർച്ച് ശാസ്ത്രം, അതുപോലെ സംസ്ഥാനതല ടാലൻറ്റ് സെർച്ച് ഗണിതശാസ്ത്രം, സംസ്ഥാനതല ടാലൻറ്റ് സെർച്ച് സാമൂഹ്യശാസ്ത്രം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് 1, 2, 3 സ്ഥാനം നിശ്ചയിച്ച് നൽകുന്ന ഇനങ്ങൾക്ക് 1-ാം സ്ഥാനത്തിന് 20 മാർക്ക്, 2-ാം സ്ഥാനത്തിന് 17 മാർക്ക്, 3-ാം സ്ഥാനത്തിന് 14 മാർക്കുകൾ വീതം നൽകുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് നിങ്ങൾക്ക് A ഗ്രേഡ് കിട്ടിയാൽ 25, B ഗ്രേഡിന് 20, C ഗ്രേഡിന് 15 മാർക്കാണ്. അതുപോലെ ജൂനിയർ റെഡ് ക്രോസിന് 10 മാർക്കും, സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് പ്രൊജക്റ്റിന് 20 മാർക്കും, സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസിന് A ഗ്രേഡ് കിട്ടിയാൽ 20, B ഗ്രേഡ് കിട്ടിയാൽ 15, C ഗ്രേഡ് കിട്ടിയാൽ 10 മാർക്ക്. അതുപോലെ ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ് ദേശീയ തലത്തിൽ പങ്കെടുത്തവർക്ക് 25 മാർക്കാണ്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉള്ളവർക്ക് 80% ഹാജർ ഉൾപ്പെടെയുള്ള പങ്കാളിത്തമുണ്ടെങ്കിൽ 25 മാർക്കും. ഇത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ രാജ്യ പുരസ്കാർ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് ലഭിച്ചവർക്ക് 40 മാർക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ രാഷ്ട്രപതി സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉള്ളവർക്ക് ഈ ഒരു 50 മാർക്കാണ് കിട്ടുക. അതുപോലെ തന്നെ അതായത് ഹയർ സ്കൂൾ വിഭാഗത്തിൻ്റെതാണ് അടുത്തതായിട്ട് നോക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഈ ഒരു 80% മാർക്ക് ഉൾപ്പെടെയുള്ള പങ്കാളിത്തമുണ്ടെങ്കിൽ 15 മാർക്കാണ്. അതുപോലെ രാജ്യ പുരസ്കാർ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് ലഭിച്ചവർക്ക് 20 മാർക്കും. അതുപോലെ തന്നെ രാഷ്ട്രപതി അവാർഡ് വിജയികൾക്ക് 25 മാർക്കാണ്. ഇവിടെ രാഷ്ട്രപതി സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ 50 മാർക്ക് നൽകിയത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ്. അത് രാഷ്ട്രപതി അവാർഡ് വിജയികൾക്കാണ് ആ ഒരു മാർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ NSS റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുക്കുന്ന വോളണ്ടിയേഴ്സിന് 40 മാർക്ക്, ദേശീയ തലത്തിൽ ക്യാമ്പുകളിൽ പങ്കെടുത്ത NSS വോളണ്ടിയർമാർക്ക് 25 മാർക്ക്, അതുപോലെ തന്നെ NSS നേടിയിട്ടുള്ള NSS വോളണ്ടിയേഴ്സിന് 20 മാർക്ക്, ലിറ്റിൽ കൈസിന് 15 മാർക്ക്, ജവഹർലാൽ നെഹ്റു നാഷണൽ എക്സിബിഷൻ 25 മാർക്ക്, അതുപോലെ ബാലശ്രീ അവാർഡ് വിജയികൾക്ക് 15 മാർക്ക്, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് ഫസ്റ്റ് വിന്നർ ടീമിന് 5 മാർക്കും സെക്കൻഡ് വിന്നർ ടീമിന് 3 മാർക്കുമാണ്. സർഗോത്സവത്തിന് A ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 15 മാർക്ക്, B ഗ്രേഡ് ആണെങ്കിൽ 10 മാർക്ക്. അതുപോലെ തന്നെ സദേൺ ഇന്ത്യ സയൻസ് ഫെയറിന് ആദ്യ 3 സ്ഥാനക്കാർക്ക് 22 മാർക്ക് വെച്ച് കിട്ടും. അതുപോലെ സ്പോർട്സ് ആണെങ്കിൽ അന്തർദേശീയ തലത്തിൽ 1-ാം സ്ഥാനം നേടിയവർക്ക് 100 മാർക്ക്, അന്തർദേശീയ മത്സരങ്ങളിൽ 2-ാം സ്ഥാനം കിട്ടിയാൽ 90 മാർക്ക്, 3-ാം സ്ഥാനം കിട്ടിയവർക്ക് 80 മാർക്ക്, അതുപോലെ തന്നെ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് 75 മാർക്ക്. അതുപോലെ തന്നെ അടുത്തത് ദേശീയമാണ്. ദേശീയ വിഭാഗത്തിൽ 1-ാം സ്ഥാനം കിട്ടിയവർക്ക് 50 മാർക്ക്, 2-ാം സ്ഥാനം കിട്ടിയവർക്ക് 45 മാർക്ക്, 3-ാം സ്ഥാനം കിട്ടിയവർക്ക് 40 മാർക്ക്. അതുപോലെ ഈ ഒരു ദേശീയ മത്സരത്തിൽ പങ്കെടുത്തവർക്ക് 35 മാർക്കാണ് കിട്ടുക. അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന കായിക മത്സരങ്ങൾക്ക് നൽകുന്ന ഗ്രേസ് മാർക്ക് നമുക്ക് നോക്കാം. 1-ാം സ്ഥാനം 20 മാർക്ക്, 2-ാം സ്ഥാനം 17 മാർക്ക്, 3-ാം സ്ഥാനം 14 മാർക്ക്, 4-ാം സ്ഥാനം 10 മാർക്ക്, 5-ാം സ്ഥാനം 8 മാർക്ക്, 6-ാം സ്ഥാനം 6 മാർക്ക്, 7-ാം സ്ഥാനം 4 മാർക്ക്, 8-ാം സ്ഥാനം 2 മാർക്ക് എന്നിങ്ങനെയാണ് മാർക്ക് കിട്ടുക. അതുപോലെ തന്നെ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച അസോസിയേഷനുകൾ നടത്തുന്ന കായിക മത്സരങ്ങൾക്ക് നൽകുന്ന ഗ്രേസ് മാർക്ക് 1-ാം സ്ഥാനത്തിന് 20 മാർക്ക്, 2-ാം സ്ഥാനത്തിന് 17 മാർക്ക്, 3-ാം സ്ഥാനത്തിന് 14 മാർക്ക്, 4-ാം സ്ഥാനത്തിന് 10 മാർക്കാണ് കിട്ടുക. NCCയുടെ റിപ്പബ്ലിക് ഡേ പരേഡ് ക്യാമ്പിൽ അതായത് RDC അല്ലെങ്കിൽ തൽ സൈനിക് ക്യാമ്പ്, അതുപോലെ തന്നെ TSE ഓൾ ഇന്ത്യ നൗ സൈനിക് ക്യാമ്പ്, AIN
AISE അല്ലെങ്കിൽ ഓൾ ഇന്ത്യ വായു സൈനിക് ക്യാമ്പ്, അതുപോലെ തന്നെ SPL NIC അല്ലെങ്കിൽ യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ളവർക്ക് 40 മാർക്കാണ് കിട്ടുക. ഇനി അടുത്തതായിട്ടുള്ളത് സെലക്ഷൻ പ്രക്രിയയിൽ തുടർന്നുള്ള പരിശീലനത്തിനും 2 മുതൽ 3 മാസം വരെ ക്ലാസ് നഷ്ടപ്പെടുന്നു. മറ്റ് സാമൂഹ്യ സേവന പരിപാടികളിലും ഈ ഒരു NCC പരിപാടികളും ഈ ഒരു കുട്ടികൾ പങ്കെടുക്കണം. അതുപോലെ തന്നെ മറ്റ് വിവിധ പരിപാടികൾ കൊടുത്തിട്ടുണ്ട്. നാഷണൽ ഇൻ്റഗ്രേഷൻ ക്യാമ്പ്, NIC, അതുപോലെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത്, അതുപോലെ തന്നെ റോക്ക് ക്ലൈമ്പിംഗ് ട്രെയിനിങ് ക്യാമ്പ്, അഡ്വാൻസ് ലീഡർഷിപ്പ് ക്യാമ്പ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് പങ്കെടുത്തവർക്ക് 30 മാർക്കാണ് കിട്ടുക. അതുപോലെ തന്നെ അടുത്തത് ബേസിക് ലീഡർഷിപ്പ് ക്യാമ്പ് അല്ലെങ്കിൽ ട്രാക്കിംഗ് പ്രീ RDC എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള ആ ഒരു കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ഈ ഒരു 30 മാർക്കാണ് കിട്ടുക. അതുപോലെ തന്നെ 75% അതിൽ കൂടുതലോ പരേഡ് അറ്റൻഡൻസ് ഉള്ളവർക്ക് 20 മാർക്കാണ് കിട്ടുക. അതുപോലെ തന്നെ സ്കൂൾ കോളേജുകളിൽ ശനിയാഴ്ച നടത്തുന്ന പരേഡുകളിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കണം. സർക്കാരിൻ്റെ മറ്റ് സാമൂഹ്യ സേവന പരിപാടികളും മറ്റ് NCC പരിപാടികളിലും ഈ ഒരു കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൽ, അതായത് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൽ A ഗ്രേഡ് കിട്ടിയവർക്ക് 25 മാർക്ക്, അതുപോലെ തന്നെ B ഗ്രേഡ് കിട്ടിയാൽ 15 മാർക്ക്, C ഗ്രേഡ് കിട്ടിയാൽ 10 മാർക്ക് എന്നിങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വ്യവസ്ഥ കൊടുത്തിട്ടുണ്ട്. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ സംസ്ഥാന തല സ്കൂൾ കലോത്സവത്തിൽ ശാസ്ത്രോത്സവത്തിലോ പങ്കെടുത്ത് ലഭിക്കുന്ന ഉയർന്ന ഗ്രേഡ് അല്ലെങ്കിൽ ഗ്രേസ് മാർക്കിന് പരിഗണിക്കണമെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്നില്ല. പകരം റവന്യൂ ജില്ലാ മത്സരത്തിൽ അതേ ഇനത്തിൽ A ഗ്രേഡ് ലഭിച്ചാൽ മതിയാവുന്നതാണ്. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ സ്പോർട്സിന് ലഭിച്ച സംസ്ഥാന മെറിറ്റ് അല്ലെങ്കിൽ ദേശീയ മെറിറ്റ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ എന്നീ വിവിധ വിഭാഗങ്ങൾ, അതുപോലെ അന്തർദേശീയ മെറിറ്റ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ എന്നീ സർട്ടിഫിക്കറ്റുകൾക്ക് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിന് താഴെ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കണം. 8ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ഗ്രേസ് മാർക്കിന് അപേക്ഷിക്കുന്നതെങ്കിൽ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ കുറഞ്ഞത് ജില്ലാ മത്സരങ്ങളിലെങ്കിലും പങ്കെടുത്ത സർട്ടിഫിക്കറ്റ്, അത് അംഗീകൃതമായിട്ടുള്ളത് അതോടൊപ്പം ഹാജരാക്കണം. അതുപോലെ 9ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ഗ്രേസ് മാർക്കിനായിട്ട് അപേക്ഷിക്കുന്നതെങ്കിൽ 10ാം ക്ലാസ്സിൽ കുറഞ്ഞത് ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ്, അംഗീകൃത സർട്ടിഫിക്കറ്റ് അതോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. അടുത്തതായിട്ടുള്ളത് ഗ്രേസ് മാർക്ക് കുട്ടിക്ക് ഒരിക്കൽ നൽകുന്നതിനാൽ അടുത്ത തലത്തിലേക്കുള്ള അഡ്മിഷന് ഗ്രേസ് മാർക്ക് അടിസ്ഥാനത്തിൽ വീണ്ടും അധികമായിട്ട് ഇൻഡെക്സ് മാർക്ക്, ബോണസ് മാർക്ക് നൽകുന്നതല്ല. വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത് ഗ്രേസ് മാർക്കിന് അർഹരായിട്ടുണ്ടെങ്കിൽ അവയിൽ ഏതിനത്തിലാണോ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേസ് മാർക്ക് ലഭിക്കുന്നത് ആ ഇനത്തിൽ ലഭിക്കുന്ന മാർക്ക് മാത്രമേ നൽകുകയുള്ളൂ. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ ഗ്രേസ് മാർക്ക് പരാമർശം 1 ഉത്തരവിലെ വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഏപ്രിൽ 10ാം തീയതിക്കുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾ സ്കൂളിൽ കോൺടാക്റ്റ് ചെയ്ത് ഈ ഒരു നിങ്ങളുടെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നൽകേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് സ്കൂളിൽ അന്വേഷിക്കുക. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, ആ ഒരു ഡോക്യുമെൻറ്റുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ സ്കൂളിൽ അധ്യാപകരെ കോൺടാക്റ്റ് ചെയ്ത് ആ ഒരു കാര്യങ്ങളൊക്കെ, എന്തൊക്കെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികളാണ് വേണ്ടത് ആ ഒരു കോപ്പികളൊക്കെ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു, അതായത് ഏപ്രിൽ 10ാം തീയതി വരെയാണ് ഈ ഒരു ഗ്രേസ് മാർക്കിനായിട്ട് നൽകാനുള്ള ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 10ാം തീയതി. അതായത് ഏപ്രിൽ 10 എന്ന് പറയുമ്പോൾ ഇനി ഏകദേശം 4 ദിവസം കൂടിയാണുള്ളത്. അപ്പോൾ ഏപ്രിൽ 10ാം തീയതിക്കാം സ്കൂളിൽ നിന്ന് സ്കൂൾ പ്രിൻസിപ്പൽമാർ അല്ലെങ്കിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ, SSLC ആണെങ്കിൽ ഹെഡ് മാസ്റ്റർ ആയിരിക്കും, അതുപോലെ തന്നെ +1 +2 ഒക്കെ ആണെങ്കിൽ പ്രിൻസിപ്പൽമാർ ആയിരിക്കും ഈ ഒരു ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് സ്കൂളിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അർഹതപ്പെട്ട ഗ്രേസ് മാർക്കിന് അർഹതയുണ്ട് എങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ സ്കൂളിൽ കോൺടാക്റ്റ് ചെയ്ത് വിദ്യാർത്ഥികൾ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നൽകേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ഏപ്രിൽ 24ാം തീയതിക്കുള്ളിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ഹയർ അതോറിറ്റീസ് ഈ ഒരു അപ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഏപ്രിൽ 10ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട നടപടികളും കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതും ഗ്രേസ് മാർക്ക് ലഭിക്കാനായിട്ടുള്ള അപേക്ഷകളും കാര്യങ്ങളൊക്കെ സ്കൂളിൽ നൽകേണ്ടതും ആണ്. അപ്പോൾ ഏപ്രിൽ 10ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 9നുള്ളിൽ തന്നെ നിങ്ങളുടെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.